പ്രിയപ്പെട്ടവരെ, കനൽ ശിഖരം നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇതിലെ കഥാപാത്രങ്ങളുമായി സാമ്യം തോന്നുകയാണെങ്കിൽ അത് യാദൃശ്ചികമല്ല, മറിച്ച് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്താൻ ചില തുറന്നെഴുത്തുകൾ ആവശ്യമായി തോന്നി. നാടകം നാടിനകമാണല്ലോ. എഴുത്തിലും രംഗാവതരണത്തിലും മനുഷ്യ മനസ്സിലേക്ക് ചാട്ടുളികൾ പായിച്ച മഹാരഥന്മാരെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. അമ്മയെന്ന മഹാവൃക്ഷത്തിന്റെ ശിഖരങ്ങൾക്ക് തീപിടിക്കുമ്പോൾ കനൽ ചൂടേറ്റുവാങ്ങി ശിഖരങ്ങൾക്ക് വേണ്ടി മഴയോട് യാചിക്കുന്ന അമ്മമാരുടെ കണ്ണീർ കണങ്ങൾ വീണ് കളങ്കിതമാകാതിരിക്കട്ടെ നമ്മുടെ വീട്ടുമുറ്റങ്ങൾ. അനാഥരാക്കപ്പെട്ട എല്ലാ അമ്മമാർക്കുമായി കനൽ ശിഖരം സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ കൃഷ്ണൻ വടശ്ശേരി. ആശയം മോഹൻ നായർ, മുംബൈ. ഗാനരചന മോഹൻ നായർ, ബിജു ടി, പ്രതീഷ് മനക്കോടം. സംഗീതം, പശ്ചാത്തല സംഗീതം കുഞ്ഞികൃഷ്ണൻ മട്ടന്നൂർ, കുഞ്ഞുമോൻ ചെമ്മനാട്. ആലാപനം കുഞ്ഞികൃഷ്ണൻ മട്ടന്നൂർ, സംഗീത ശ്രീകാന്ത്. റെക്കോർഡിംഗ് സംഗീത് ഡിജിറ്റൽ സ്റ്റുഡിയോ മട്ടന്നൂർ. റെക്കോർഡിസ്റ്റ് കുഞ്ഞികൃഷ്ണൻ മട്ടന്നൂർ. അവലംബ കവിതകൾ ഇനിയൊന്നു തിരികെ നടക്കണം, തനിയെ. രംഗപടം, രംഗോപകരണങ്ങൾ പ്രശോഭ് പ്രണവം. സംഗീത നിയന്ത്രണം ജോഫിൻ മണിമല. ദീപനിയന്ത്രണം പൃഥു. സാങ്കേതിക സഹായം മാധവൻ തെക്കേപ്പാട്ട്, മനസ്സ്. നിർമ്മാണം മഹാറാണി. നാടകരചനയും സംവിധാനവും കൃഷ്ണൻ വടശ്ശേരി. കനൽ ശിഖരം. അയ്യോ, അടിക്കല മോനെ. അയ്യോ, പിന്നല്ലേ നമ്മള്. പേര് ദേവമ്മ.
പച്ചയും മാംസവും വറ്റി പൂവും കായും മുടങ്ങിയ ആ തടി വിളക്കിനെ പോലും കൊള്ളില്ല. ചിലരെടുത്ത് മണ്ണിൽ അഭയം പ്രാപിക്കാൻ കാലനേരം കാത്തിരിക്കുന്ന വേറൊരു ഇന്നത്തെ ചടങ്ങ് കഴിഞ്ഞു. ഇനി നാളെ ഉത്സവ സമാപനമാണ്. നാളെയും വരണം. ഇവിടെ വന്നുപെട്ടതിന് ശേഷം ആദ്യത്തെ ഉത്സവ. നാട്ടിലായാലും കാട്ടിലായാലും ഉത്സവം കൂടിച്ചേലിന്റെ സന്ദേശമല്ലേ നൽകുന്നത്. ആ ചേതൻ എവിടെയാ പോയി? ഇവിടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ചേതനപ്പൻ കുടിയിലേക്ക് പോയി. എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ രണ്ടുപേരെ കൊണ്ടാക്കണം. അതെ, ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ പോയിക്കോളാം. നാളെ നേരത്തെ വരണേ. നേരത്തെ വരാം. ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. പോട്ടെ മോളെ. അതെ, സൂക്ഷിച്ചു പോണേ. ആന ഇറങ്ങുന്ന വഴിയാ, അല്ലെങ്കിൽ ഞാനും വരാം. മോള് രാത്രിയിൽ കൂടെ വേണ്ട. പിന്നെ ആന ഇറങ്ങുമ്പോ മോളെ കണ്ട ആന തിരിച്ചു പോകുന്നില്ലല്ലോ. പോട്ടെ മോളെ.
ഞാനും വരണുണ്ടേ. കുന്നത്താ കുടിലെൻ്റെ പ്രാണനിരിപ്പുണ്ടേ. ചേലൊത്ത ചേലയും കൊണ്ടേ ഞാനും വരണുണ്ടേ. ചുവപ്പുള്ള ചേലയുടുത്താൽ എന്തൊരു ചേലാടിയേ. കരിമഷി തൂകിയ നിൻമിഴിക്കെന്തൊരഴകാടിയേ. ചുവപ്പുള്ള ചേലയുടുത്താൽ എന്തൊരു ചേലാടിയേ. കരിമഷി തൂകിയ നിൻമിഴിക്കെന്തൊരഴകാടിയേ. മുറ്റത്ത് ഞാൻ നട്ട മുല്ലകൾ ഇന്നലെ പൂത്തടിയേ. മുല്ലപ്പൂ ചൂടിയ നിൻമുടിക്കെന്തൊരഴകാടിയേ. മുറ്റത്തു ഞാൻ നട്ട മുല്ലകൾ ഇന്നലെ പൂത്തടിയേ. മുല്ലപ്പൂ ചൂടിയ നിൻമുടിക്കെന്തൊരഴകാടിയേ. പാടത്തെ കതിരുകളെല്ലാം പാകമായി പെണ്ണാളെ. അതിരില്ല കതിരുകൾ കൊയ്യാൻ നീയും വായോടി. അതിരില്ല കതിരുകൾ കൊയ്യാൻ നീയും വായോടി. മലവേടത്തമ്പ്രാനെ കാണാൻ കൂട്ടങ്ങൾ പോണടിയേ. ഞാൻ തന്ന ചേലയും ചുറ്റി നീ വെക്കം വരില്ലേടിയേ. ഞാൻ തന്ന ചേലയും ചുറ്റി നീ വെക്കം വരില്ലേടിയേ.
ഇന്നലെ രാത്രി ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇവിടെ എവിടെ കണ്ട പരിചയമൊന്നും ഇല്ല. ഞങ്ങളിവിടെ കൂട്ടിക്കൊണ്ടല്ലേ അകത്ത് നല്ല ഉറക്കാം. ആരാന്താന്നറിയാണ്ട് കൂടി കയറ്റി കിടന്നുണ്ടായിരുന്നു. കാലം പിണക്കമ്പറ ചോദിച്ചില്ലേ? ചോദിച്ചു. രാത്രിയല്ലേ, വഴി അത്ര പന്തി അല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അത് ഉമ്പ്രാക്ക് നല്ല മനസ്സോട് തോന്നുന്നതാ. ഉമ്പ്രാക്ക് വിളിച്ച് ഞാൻ ചോദിക്കട്ടെ. ഞാൻ എന്താന്ന് അറിയാതെ മനം കൊണ്ട് കട്ടണ്ട ഉമ്പ്രാട്ടിയെ. ആ, എനിക്കും അതേ പറയാനുള്ളൂ. ദൈവത്തിന് കരുണ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായാലും നേരെ ചൊവ്വ തരുമായിരുന്നില്ലേ? നേരം വെളുക്കുമ്പോ രണ്ടാളും തങ്ങളിപ്പിടിയാ. എനിക്ക് സന്ധ്യ കൊണ്ട് കൊടുത്തിട്ട് വരാം. പിന്നെ ദേവനും പൂസയ്ക്ക് മുമ്പ് ഇവിടെ എത്താം. പോട്ടമ്പ്ര വന്നിട്ട് ചോദിക്കാം നിങ്ങൾ ആരാണ്? എന്തിനായിരിക്കും അവൻ ഇവിടെ വന്നിട്ടുണ്ടാവുക, അതും ഈ രാത്രിയില്? ഉത്സവം കാണാൻ അതല്ലായിരിക്കും. അതിന് വഴിയില്ല. മലവേട പെരുമാറ്റ ഉത്സവം കാണാൻ നാട്ടുമക്കൾ ആരും വരാറില്ല, അങ്ങനെ പതിവില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ അവനെ ഒന്ന് വിളിച്ചു നോക്കും. അത് മതി, അവിടെ പോയിരുന്ന് കഴിക്കും. ആർത്തി കൊണ്ടില്ലയോ? എന്നതാ ദേവമ്മേ, എന്റെ ഉറക്കമായത്? കഴിക്കാൻ നോക്ക്. അതെങ്ങനെയാ? രാത്രി മുഴുവനും കഥയും പറഞ്ഞൊരു ഇരിപ്പല്ലേ, പിന്നെ എവിടെ ഉറക്കം വരാനാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ പ്രശ്നമുള്ളൂ.
മല കയറുന്ന പോലെയല്ലേ ഈ സീതേന്റെ കൂർക്കം വലി. പിന്നെ 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 വലിയ തമാശയല്ലേ കേട്ടത്. ഇത്ര വലിയ ചിരിക്കാനെ കൊണ്ട്. കണ്ണനായരെ പുഴുക്ക് വേണോ? പുഴുങ്ങാതെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. വെറുതെ അല്ലടോ തന്നെ തന്റെ മക്കൾ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. ഇതല്ലേ തന്റെ തനി സ്വഭാവം. ഞാനേ ഒരു സ്വപ്നം കണ്ടു. ഈ പ്രായത്തിലോ? ഓ, സ്വപ്നം കാണാൻ പ്രായം ഒരു തടസ്സമല്ല കണ്ണേട്ടാ. ദേവമ്മ പറ, പറ, എന്തായിരുന്നു സ്വപ്നം? പറയാം. അതിനു മുമ്പേ ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ മുഴുമിപ്പിക്കാത്ത സ്വപ്നം ഉറങ്ങുമ്പോ വീണ്ടും കാണാൻ പറ്റുമോ? ബാക്കി കാണാൻ കൊതിക്കുന്ന സ്വപ്നം. അപ്പോ അത് വെറും ഒരു സ്വപ്നമല്ല അല്ലേ? അല്ല, വെറും ഒരു സ്വപ്നല്ല, ജീവിതം തന്നെയാ. ദേവരാജന്റെയും സുലുവിന്റെയും പിന്നെ ആ ചെറുപ്പക്കാരന്റെയും ജീവിതം. എന്തായാലും ദേവമ്മ പറ, കേക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ബാക്കി കാണണോന്ന്, അല്ലേ? ദേവരാജൻ, സുലു, പിന്നെ ആ ചെറുപ്പക്കാരൻ. അപ്പോ രസമുള്ള സ്വപ്നം അല്ലേ? പറ പറ പറ. ദേവമോ കഥയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുവാണോ? വല്ലതും തിന്നണമെന്നുണ്ടെങ്കിൽ അടുക്കളയിലോട്ട് വരണം കേട്ടോ. പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം പറയുക. ഇന്ന് ഡോക്ടർ ചെക്കപ്പിന് വരുന്ന ദിവസമാ. കഥ കേട്ടിരിക്കാതാണ്ട് എല്ലാരും അകത്തോട്ട് ചെല്ലാൻ നോക്ക്. കടന്നായരെ ഒന്നിങ്ങി വന്നേ. മുട്ടുവേദന കാണിക്കാൻ ഡോക്ടറെ അടുത്ത് പോണ്ടേ? ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോ പുഴുക്ക് നന്നായിരുന്നില്ല എന്നെങ്ങാണം പറഞ്ഞാൽ പുഴുങ്ങാതെ തരും കേട്ടോ. ദേവമ്മ, ബാക്കി കഥ പിന്നെ പറയാം. വന്ന് വല്ലോ കഴിക്ക്. ഡോക്ടറെ കാണുമ്പോഴേ ഉറക്കമില്ലായ്മയുടെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ. രസച്ചരട് മുറിഞ്ഞു. ഞാൻ ആ ഡോക്ടറുടെ കാലെന്തായിരുന്നു, അല്ല എന്റെ കാലെന്തായിരുന്നു നോക്കി. എല്ലാവരും നിങ്ങൾ വന്നേ. ഇവിടെ 2 പുതിയ അഡ്മിഷൻ കൂടി വന്നിട്ടുണ്ട്. ഞാൻ അവരെ വിളിച്ചിട്ട് വരാം. ആരാ, സ്ത്രീകളാണോ? അല്ല, ഇവിടെ ഈ സൗകര്യങ്ങളൊക്കെ കുറവാണല്ലോ. ഞാൻ നോക്കിക്കോളാം ബാക്കി കാര്യങ്ങളൊക്കെ. പേരെന്താ? കോയിതമ്പിള്ള. നിങ്ങളുടെ മാധവൻ നായർ. അപ്പോഴേ പറഞ്ഞതുപോലെ ഈ ബ്ലോക്കിലല്ല, അവർ അപ്പുറത്തെ ബ്ലോക്കിലൊക്കെ കൊണ്ടുവരും. സന്തോഷായി സന്തോഷായി. വരൂ സാർ. അപ്പുറത്തുണ്ട്. ഉണ്ടാവും ഉണ്ടാവും. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഗോവിന്ദമ്പിള്ളേ, ഹലോ. നോക്കണ്ട, പേര് അത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാ. അപ്പോഴേ ഞാൻ ഡോക്ടറെ പോയി കണ്ടിട്ടു. ദേവമ്മ, സ്വപ്നത്തിന്റെ ബാക്കി കൂടെ പിന്നെ പറഞ്ഞാ മതി കേട്ടോ. സ്വപ്നമൊക്കെ കണ്ടിട്ട് പതുക്കെയാവും.
പോരാത്തതിന് എരിവും. ഓ 2 ദിവസം കൂടി ഈ മരുന്ന് കുടിക്കണമെന്നാ മൂപ്പൻ പറഞ്ഞേക്കണേ. കുടിക്കേ. ഇവിടെ ഫോണിന് തീരെ റേഞ്ച് ഇല്ലല്ലോ, കൂട്ടുകാരനെ വിളിച്ചാ കിട്ടുന്നില്ല. ഈ കാട്ടുമൂലയിൽ ആരെ മോനെ ഇതൊക്കെ ഉപയോഗിക്കണത്? ദേവേട്ടൻ വരട്ടെ, വല്ല വഴിയുണ്ടോ നോക്കാം. ഇപ്പൊ നീ മരുന്ന് കുടിക്കും. വേണം. ആ വേണം. കുടിക്ക കുടിക്ക. സൂക്കേടുകാരൻ എഴുന്നേറ്റ് നടപ്പ് തുടങ്ങിയോ? എങ്ങനെയുണ്ട് ഇപ്പോ? കുഴപ്പമില്ല. സുലു അമ്മ എന്നെ ഈ കെട്ടൊന്ന് അഴിച്ചു വിട്ടിരുന്നെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു. എങ്ങോട്ടാ പോയണ്ടേ? എന്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക്. അവനെയാണെങ്കിൽ വിളിച്ചാൽ കിട്ടുന്നില്ല, റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാവും. അപ്പൊ ഫോൺ വിളിച്ച് കിട്ടിയ പ്രശ്നം തീരുമല്ലേ? അങ്ങനെയാണ് ഞാനൊരു വഴി പറഞ്ഞുതരാം. ഇവിടെ ഫോറസ്റ്റിലെ ഏമാന്മാരൊക്കെ ആ പാറക്കെട്ടിന് മുകളിൽ ഫോൺ വിളിക്കാൻ വരുന്ന കാണാറുണ്ട്. എന്റെ കൂടെ വന്ന വഴി ഞാൻ കാണിച്ചു തരാം. എന്നാ വാ പോവാ. നിക്ക്, സുഹൃത്തിന്റെ പേരെന്താ? കിരൺ. കിരൺ? അങ്ങനെ ഒരാൾ സുലോമയ്ക്ക് അറിയോ? എനിക്കറിയില്ലല്ലോ. ശരി, വാ. എങ്ങോട്ടാ യാത്ര? മൂപ്പൻ വിശ്രമിക്കാനല്ലേ പറഞ്ഞത്? അത് ഇദ്ദേഹത്തിന് കൂട്ടുകാരനെ വിളിക്കാൻ ഇവിടെ നിന്ന് വിളിച്ചിട്ടേ ഫോണിന് റേഞ്ച് കിട്ടുന്നില്ല അത്രേ. ആ പാറക്കെട്ടിന് മുകളിൽ പോവാ. അപ്പൊ മൂപ്പന്റെ മരുന്ന് ഏറ്റല്ലേ? അതെ അതെ, കൂട്ടുകാരനെ വിളിച്ചു കിട്ടിയാൽ അവൻ വന്ന് എന്നെ കൊണ്ടുപോകുമായിരുന്നു. സൂക്ഷിച്ചു പോണേ, മോളെ ശ്രദ്ധിച്ചോളേ. ഏതോ നല്ല വീട്ടിലെ മോനാന്നാ തോന്നുന്നത്. ഇങ്ങനെ ഈ കാട്ടിൽ വന്നെന്ന് അറിയാം. എന്താ ഉദ്ദേശം ആർക്കറിയാ? ചെറുപ്പക്കാരുടെ കാര്യല്ലേ. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാ പെറ്റു വളർത്തിയിട്ട് ചോദിക്കാനും പറയാനും ഒരു അവകാശം ഇല്ല. നേരാ, നമ്മളും ഇവിടെ പോലെ ഇങ്ങനെ വളർത്തിയതാ. സങ്കടപ്പെടുന്നുണ്ട് അപ്പഴൊക്കെ. സങ്കടങ്ങളെല്ലാം ദേവന് കാണുന്നുണ്ട്. എല്ലാം തോന്നലാ. എന്നാ സഹജീവികളുടെ സങ്കടം കാണുന്നവനാ ദൈവം. ഇവിടെ ഞങ്ങളുടെ ദൈവം ചേതനാണ്. ഏതങ്ങനെ പറയല്ല. എന്താണോ ഞാൻ പറയാ? അമ്പലമുറ്റത്തോ വൃദ്ധസദനത്തിലോ അന്തി ഉറങ്ങേണ്ട ഞങ്ങളെ എന്റെ തൊടിയിലെ വെറും പഠിക്കാനായി വന്ന താൻ ഈ 2 പാൽ ജന്മങ്ങളെ ഏറ്റെടുക്കാനുള്ള മനസ്സ് കാണിച്ചില്ലേ? എന്നോട് സങ്കടപ്പെടണ്ടെന്ന് പറയുന്ന ആളാ. ഇപ്പൊ കണ്ണു നിറയുന്നുണ്ടല്ലോ. കഴിഞ്ഞതൊന്നും മണ്ണിൽ വെക്കണ്ട ഞാൻ പറഞ്ഞല്ല. ചേന്നാ, എന്റെ ഈ തമ്പ്രാവിലി കേൾക്കുമ്പോ തോന്നും ഞാൻ ഇപ്പോഴും ആ പഴയ ഉടയവനാണ്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ യാഥാർത്ഥ്യം പച്ചയായി കുടിലിന്റെ രൂപത്തിൽ എന്റെ കൺമുന്നിൽ വന്ന് നിൽക്കും. അപ്പോ തന്റെ ഈ തമ്പ്രാവിലി എന്നെ നോക്കി പല്ലടിക്കുന്ന പോലെ തോന്നണം. പല്ലടിക്കുന്ന പോലെ മാറ്റാൻ നോക്കൂലമ്മ. എന്റെ മനസ്സിൽ നിറഞ്ഞു തന്നതായി കുടിലേക്ക്. ഇപ്പൊ ആ കുടിൽ ഇങ്ങനെയാ. നിങ്ങളുടെ പഴയ അതുകൊണ്ട് മനസ്സമാധാനായിട്ട് കിടന്ന് ഉറങ്ങാലോ. ചെലപ്പോ കപടലോകത്തിന്റെ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ ജീവിതം എന്ന മധുരക്കടലിലേക്ക് കൈപിടിച്ചിറക്കിയ എന്റെ പ്രിയപ്പെട്ടവനെ, ഈ സ്നേഹത്തിന് പകരം നൽകാൻ എന്റെ കയ്യിൽ സമ്പാദ്യം ഒന്നുമില്ലടോ. ഈ സ്നേഹം മാത്രമേ ഉള്ളൂ.
നീ ഇതെവിടെയാ? ഞാൻ ഉടനെ എത്തും. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. വളരെ അത്യാവശ്യമായി എനിക്ക് ഒരിടം വരെ പോകേണ്ടി വന്നു. അപ്പോ ഞാൻ ഈ കാട്ടിൽ എന്ത് ചെയ്യാനാടാ? സുലുച്ചേച്ചിയും ദേവേട്ടനും ഉള്ളത് കൊണ്ടാ ഇന്നലെ രക്ഷപ്പെട്ടത്. തത്കാലം നീ അവരുടെ കൂടെ നിൽക്കും. ഞാൻ വൈകിട്ടെത്തും. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു പെണ്ണ് വരും, കർണിക, അവളോട് പറഞ്ഞാൽ മതി. അതിന് അവർക്കാർക്കും നിന്നെ അറിയില്ലെന്നാ പറഞ്ഞത്. ആര് പറഞ്ഞു? എടാ, കിരൺ എന്ന് പറയുന്ന ഒരാളെ അവർക്ക് അറിയില്ല. അത് നേരാ. കിരണിനെ അവർക്കറിയില്ല. മുത്തുരാമൻ അങ്ങനെ പറഞ്ഞാൽ അറിയും. ഞാൻ വരുന്നത് വരെ നീ അവിടെ നിൽക്ക്. ഓക്കെ? പിന്നെ ഹലോ 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 ഛേ, കട്ടായല്ലോ. കഴിഞ്ഞില്ലേ വരെ? ഓ കഴിഞ്ഞു. ഇറങ്ങി വന്നേ. വരുന്നു. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. ഒരു മുത്തുരാമനെ അറിയോ? അറിയാം. മൂപ്പനെ കാണാൻ ഇടയ്ക്കിടെ വരാറുണ്ട്. സുലോമയുടെ വീട്ടിൽ കഞ്ഞിയും കുടിച്ചേ പോകാറുള്ളൂ. അവനാണ് എന്റെ കൂട്ടുകാരൻ. ഇയാളെ ഞാൻ എവിടെയോ നല്ല മുഖപരിചയം, പക്ഷെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ആരെ? എന്നെയോ? അതേനെ. ഒരാളെ പോലെ 9 പേരുണ്ടാവുന്നല്ലേ, അതുകൊണ്ട് തോന്നിയതാവും. കൂട്ടുകാരന്റെ പേരെന്താ? കിരൺ. കിരണോ? അങ്ങനെ ഒരാൾ മുത്തുരാമനുമായിട്ട് എന്താ ബന്ധം? അതിപ്പോ മുത്തുരാമൻ എന്നാ പറഞ്ഞത്. അവനാണ് എന്റെ കൂട്ടുകാരൻ. കൂട്ടുകാരന്റെ മറ്റെന്തോ പേരല്ല ആദ്യം പറഞ്ഞേ? എന്തോ തരികിടയിൽ വന്നതാണല്ലേ? തരികിടയോ? നിനക്ക് എന്തറിയാം എന്നെ പറ്റി? വെറുതെ ചുമ്മാ. കള്ളപ്പേരിൽ കാട്ടിൽ വന്നൊരാൾ, അയാളെ അന്വേഷിച്ച് കാട്ടിലെക്കപ്പെട്ട മറ്റൊരാൾ. ആട്ടെ, തന്റെ പേരെന്താ? സ്നേഹജൻ. ഇനി അതും കള്ളപ്പേരാണോ? നോക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതെ, താങ്ക്സ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. ഈ ദേവേട്ടനും സുലോമ എങ്ങനെ ഈ കാട്ടി? വല്ല സർക്കാർ ഭൂമി കത്തിച്ചു കിട്ടിയതാണോ? അല്ല. അത് ചേന്നരപ്പന്റെ വീടാ. ചേന്നരപ്പൻ അവരുടെ വീട്ടിലെ പണിക്കാരനായിരുന്നു. എന്നിട്ട് മകനെ വിദേശത്തേക്ക് അയക്കാൻ അവർ വീടും പുരയിടവും ബാങ്കിൽ പണയം വെച്ചു. മകൻ പോയി. പിന്നെ അവൻ തിരിഞ്ഞു നോക്കിയില്ല. ചേന്നരപ്പനാ അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കഷ്ടം. എന്തൊക്കെ പ്രതീക്ഷയിലായിരിക്കും അവർ ആ മകനെ വളർത്തിയിട്ടുണ്ടാവുക. വെറുതെ അല്ല നാട്ടിൽ ഇങ്ങനെ വൃദ്ധസദനങ്ങൾ പെരുകുന്നത്. ചേന്നരപ്പന്റെ നല്ല മനസ്സാ അവരെവിടെ എത്തിച്ചത്. ശരിയാ, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വീട്ടിൽ പണിക്ക് വന്നയാൾ യജമാനന് സ്നേഹക്കൂടൊരുക്കിയ കഥ. മനസ്സിൽ കനലുമായി നടക്കുന്ന ഏറെ പേരും മുഖത്ത് പുഞ്ചിരി പുരട്ടി വെച്ച് നടക്കുന്നവരാണ്. ഉള്ളിലെരിയുന്ന കനലിനെ മറയ്ക്കാൻ ചുണ്ടിലെ പുഞ്ചിരിക്ക് കഴി വേറെയുണ്ട്. അതെ, നിങ്ങളെ പോലെ. എന്ത്? നിങ്ങൾക്കുമില്ലേ മനസ്സിന്റെ ഉള്ളറകളിൽ എവിടെയോ ഹാണ്ടക്കെട്ടിൽ പൊതിഞ്ഞു വെച്ച കനൽ കഥകൾ? നിൽക്കണേ. പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട. അതിന് പിഴകി പോണു. ഞാൻ വരുന്നു. എന്ത് പറ്റാൻ? അവൻ അവളെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് എടിപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് രണ്ടുപേരും കണ്ണില് കണ്ണില് നോക്കും. അതെ, ദേവമ്മ പറ. എപ്പോഴാ നമ്മളൊക്കെ നമുക്ക് വേണ്ടി ജീവിച്ചത്? ഇല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ടാ അവർക്ക് വേണ്ടാതായപ്പോ നമ്മളൊക്കെ അനാഥരായി പോയത്.
ഞാനിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിണി നടുവിൽ ഞാൻ നരകത്തീന്നെ കരകേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ ശംഭോ. ചെറുപ്പത്തിലെ അച്ഛൻ ചൊല്ലുന്നത് കേട്ട് വളർന്ന് ഞാൻ അച്ഛനെ നല്ലപോലെ പരിചരിച്ചാണ് ജനിച്ചത്. കാലം മാറി. മക്കളൊക്കെ വിദേശത്ത് ജോലി. കെട്ടിയ പെണ്ണും അവിടെ വന്നേ. മോള് ഗർഭിണിയായപ്പോഴേ എന്നെ വിളിച്ചതാ പോകാൻ. എന്നിട്ട് പോയി. എന്റെ വഴി ചോദിക്കുന്നേ ഞാനോ എന്റെ ഇച്ചാനെ വിട്ടിട്ടോ? പിന്നെ എന്റെ ഇച്ചാനെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ലാന്ന് പറഞ്ഞു. ഇച്ചായ പോയതിന് ശേഷം നിങ്ങളെയൊക്കെ കൂട്ടുന്നതാ എന്താ നിങ്ങളുടെയൊക്കെ സങ്കടം കേൾക്കുമ്പോഴാ ഞാനും വീടും മക്കളും ഒക്കെ ആയി ജീവിച്ചോളാണെന്നുള്ള ബോധ്യം വരുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ വൃദ്ധമന്ദിരത്തിലെ ആദ്യത്തെ അഡ്മിഷൻ ഞാനാ. ആർത്തിമൂത്ത മക്കൾ ഒരേടവും കൂടി വീതം വെച്ച് വിറ്റപ്പോ അനാഥമാക്കപ്പെട്ട സീത രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീത കാട്ടിലെ ആശ്രമത്തിൽ അഭയം തേടിയ കഥയായിരുന്നു. ഞാനെന്റെ പേരക്കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാനിപ്പോ ഈ വൃദ്ധകൂടാരത്തിലെ സീതയാ. പെറ്റമ്മയാണ് ദൈവമെന്ന് പഠിപ്പിച്ച ആദിശങ്കരന്റെ നാട്ടിൽ ഒരുപാട് ദൈവങ്ങൾ ഒന്നിച്ചുറങ്ങുന്ന വൃദ്ധമന്ദിരങ്ങളുടെ പണി പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോ ഇവിടെ വരുന്നവർക്ക് എല്ലാ ദൈവങ്ങളെയും ഒന്നിച്ചു കാണാം അല്ലേ? ഈ കണ്ണേട്ടിന് എല്ലാം തമാശയാ. മക്കൾ ഇവിടെ കൊണ്ട് ആക്കിയത് യാതൊരു സങ്കടവും ഇല്ലേ? സങ്കടം? നമ്മളൊക്കെ എന്തിനാ ജീവിക്കുന്നത് നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ജീവിക്കുന്നത് കഴിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ 65 വർഷങ്ങളിൽ എനിക്കില്ലാത്ത സങ്കടം ആ ഒറ്റ ദിവസം കൊണ്ട് എന്റെ മകൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ട ആ ദിവസം അവർക്ക് ആരുമല്ലാതെ തീർന്ന ആ ദിനം, ആ സങ്കടം ഇപ്പോഴും എന്റെ കനലായി കിടപ്പുണ്ട്. അത് ഊതി കത്തിക്കാൻ ഇല്ല, ഇനി എന്നെ കൊണ്ടാവില്ല. ഇനിയുള്ള ജീവിതം ആനന്ദത്തിന്റെയാ, സന്തോഷത്തിന്റെയാ. ഈ ദേഹത്തുനിന്ന് ശ്വാസം പറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് ഒന്നിനും ആവില്ല. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക. കൂടെ പിറപ്പില്ല, കൂടെയുണ്ടായവർ കൈകോർത്തിരുന്നവർ മരീചിക പോലിന്നകന്നു നിൽപ്പൂ. മനമരുതെന്നു കേണിട്ടുമെന്നിഴൽ മാത്രമാണിന്നു ബാക്കി, എന്നിഴൽ മാത്രമാണിന്നു ബാക്കി.
നഷ്ടമെന്നോർത്തിടേണം. സമ്പത്തിനേക്കാൾ നഷ്ടമാണിന്ന് ബന്ധത്തിൻ നഷ്ടമെന്നോർത്തിടേണം. ദുഃഖത്തെ മാറ്റാൻ മരുന്നില്ലി ഭൂമിയിൽ, സ്വയം മരുന്നാകണം നമ്മളെന്നും. സ്വയം മരുന്നാകണം നമ്മളെന്നും. സ്വയം മരുന്നാകണം നമ്മളെന്നും. ഓനിങ്ങനെ പറയാതെ എന്നാ എങ്ങനെയാ? അവൻ പറയും. വീട് എവിടെയാ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരുമില്ല. ആകെയുള്ളത് എന്റെ പ്രിയ കൂട്ടുകാരൻ കിരണ. അവനും അമ്മേ, ഈ കിരൺ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന മുത്തുരാമനെയാ. ആരാ? മൂപ്പരെ കാണാനും പറഞ്ഞു വരുന്നവനാണ്. അതെ. അവനിലും എന്തോ ഒരു ദുരൂഹതയില്ലേന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം പല ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകാറില്ല. ഇല്ല, അയാൾ പാവാ, നല്ല മനുഷ്യനാ. ഇയാൾ പറയാ എനിക്ക് അദ്ദേഹത്തിന് ചായ ഉണ്ടല്ലോ. അവന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരുമില്ല. എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മ, അച്ഛൻ, സഹോദരി. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു. എങ്ങനെ? എന്താ സംഭവിച്ചത്? കുഞ്ഞെ, ഏങ്ങളെല്ലാം നിന്റെ തൊന്തക്കാരാന്ന് കരുതുക കുഞ്ഞെ. അതെ, മോന്റെ ഏത് കാര്യത്തിനും ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. അതെ. അമ്മയാണ് പറയുന്നത് എന്ന് കരുതിക്കോ. അമ്മേ, അമ്മേ, അമ്മേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു 12ാം ക്ലാസ് വിദ്യാർത്ഥി ഈ നേട്ടം കൈവരിക്കുന്നത് ഇന്ത്യയിലല്ല, ലോകത്തിൽ തന്നെ ആദ്യമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സ്നേഹജന്റെ കണ്ടെത്തൽ വിപ്ലവാത്മക മാറ്റമുണ്ടാക്കാൻ ഉതകുന്നതാണ്. ISRO ചെയർമാൻ പറഞ്ഞതുപോലെ, കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതോടൊപ്പം അവരുടെ കണ്ടെത്തലുകളെ പ്രോത്സാഹിപ്പിച്ച് വേണ്ട സഹായങ്ങൾ നൽകി ലോകത്തിന് മാതൃകയാകും വിധം നമ്മുടെ രാജ്യത്തെ യുവതലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ എല്ലാം സ്നേഹജൻ മോന് സ്നേഹാഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ചടങ്ങ് തീർന്നുള്ളൂ. അവനെ പത്രക്കാട് പൊതിഞ്ഞു നിൽക്കുക. ജീവിതത്തിൽ അഭിമാനം തോന്നിയ മുഹൂർത്തം. ഗവർണർ, മന്ത്രി, MLA ഇവരോടൊക്കെ പോയതോ നമ്മുടെ വേദിയിൽ. കൂടെ വരായിരുന്നു. വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ, വയ്യാത്തോണ്ടല്ലേ. ഉദയുടെ മാറ്റി പറ കേൾക്കട്ടെ. ഓരോരുത്തരായി നമ്മുടെ മോനെ അഭിനന്ദിച്ച് പ്രസംഗിക്കുമ്പോഴേ നമ്മളൊക്കെ ഭാഗ്യം ചെയ്ത ജന്മങ്ങളാണെന്ന് തോന്നലോ. ഗവർണർ ഉപഹാരം നൽകി ഭാര്യ അവിടെ കൊണ്ടുവന്നപ്പോഴേ എന്തൊരു കയ്യടികളായിരുന്നു കുട്ടികളുടെ. ലോകതലത്തിന്റെ ആദ്യാത്ര അവനെ കണ്ടിട്ടേ TV മുഴുവനും അവനാപ്പോ. ഞാൻ ആ TV ഒന്ന് ഞാൻ TV വെച്ച് നോക്കട്ടെ.
അവനിങ്ങോട്ട് വരാൻ? ഏട്ടനെ കൂട്ടാന്ന് പറഞ്ഞൂല്ലേ? അവൻ നിന്റെ ഏട്ടനാണെങ്കിലും എന്റെ ചങ്ക. ഏട്ടൻ ചങ്ക്. അപ്പൊ ഞാനോ? നീ എന്റെ ഹൃദയം, എന്റെ സ്ഥിരങ്ങളിൽ അലിഞ്ഞു ചേരുന്ന പ്രിയപ്പെട്ടവൻ. സത്യം ഇനിയും സംശയം? എനിക്ക് തോന്നാറുണ്ട് എന്നെ കൂട്ടാൻ ജ്യൂസ് കുടിക്കാമോ? അപ്പൊ പ്രോഗ്രാം നടക്കുന്നതിന്റെ ഇടയിലും കണ്ടെന്ന് പറയായിരുന്നല്ലേ? അല്ലാതെ പറ്റില്ലല്ലോ. കൈവിട്ട് പോലെ നഷ്ടം എനിക്കല്ലേ? എന്നെ ആ ചക്രവ്യൂഹത്തിലാക്കി നിങ്ങൾ അങ്ങ് കടന്നു കളഞ്ഞല്ലേ? അത് പിന്നെ ചാനലുകാർക്കും പത്രക്കാർക്കും നിന്നെ മാത്രം മതിയല്ലോ. നീ എന്താ സ്റ്റാർ? അസൂയ. ഒന്ന് പോടാ. അമ്മയുടെ അമ്മേ. സ്നേഹ, ആ തിരക്കിനിടയിൽ നിന്നെ മാത്രമായിരിക്കും കിട്ടിയില്ലടാ. ഒന്ന് അഭിനന്ദിക്കാം. ഇത് നിന്റെ കൂടി വിജയല്ലേ? നിന്റെ കൂടെ എല്ലാത്തിനും നീ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഞാനോ? നിങ്ങൾ രാത്രി ഏറെ വൈകി ഓരോന്നൊക്കെ ചെയ്യുമ്പോഴേ കട്ടൻ ചായ കിട്ടുന്നത് ഞാനായിരുന്നു. ഓ ആയിക്കോട്ടെ. അമ്മേ, ഇത് അമ്മയ്ക്ക്. അതേമേ, ബഹിരാകാശ സഞ്ചാരത്തിന് മാത്രമല്ല, അന്യഗ്രഹങ്ങളിലുള്ള മനുഷ്യന്റെ യാത്രയ്ക്ക് പോലും ഏറെ സഹായകരമാക്കുന്ന ഒരു ഡിവൈസ്. അതാണ് എന്റെ കഥ. അത് മാത്രമല്ല, വെള്ളത്തിലും കരയിലും ആകാശത്തിലും ഒരുപോലെ സഞ്ചരിക്കാനും പലതും കണ്ടെത്താനും കഴിയും ഡിവൈസിന്. രഹസ്യാന്വേഷണ വിഭാഗത്തിനും രാജ്യസുരക്ഷയ്ക്കും എന്റെ ഈ ഡിവൈസ് ഉപയോഗിക്കാം. പോരാത്തതിന് ചന്ദ്രനിലെയും ചൊവ്വയിലെയും ഏത് കാലാവസ്ഥയിലും ഈ ഡിവൈസ് വർക്ക് ചെയ്യും. ഈ നേട്ടം എന്റെ പ്രിയ സുഹൃത്തിന് മാത്രം സ്വന്തം. ഞാനാണ്. ആരാ? മനസ്സിലായില്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഞാൻ ഖാനി. ഇത് മേത്ത കുമാർ. ഞങ്ങൾ ഗ്രാവിറ്റി സ്പേസ് എന്ന ഏജൻസിയിൽ നിന്ന് വരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കഴിവുള്ള കുട്ടികൾക്ക് എല്ലാ സഹായവും ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത്. നാസ പോലുള്ള സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ചിലർക്ക് മാത്രം കിട്ടുന്ന മഹാഭാഗ്യം. ഓ, കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അച്ഛനോട് അമ്മേ, അച്ഛനോട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. മോനെ, ആരാ? ആ മകന്റെ കണ്ടുപിടുത്തം ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ ഞങ്ങളുടെ ഏജൻസി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ സാങ്കത്യമൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്നാലും ഞങ്ങളൊന്ന് പഠിക്കട്ടെ. അതെ, ഞങ്ങൾ ഇതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കട്ടെ. നന്നായി ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒന്നോർത്തോളൂ, നിങ്ങൾക്ക് കൈവന്ന മഹാഭാഗ്യമാണിത്. ഈ ജന്മത്തിൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത തുക അത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകും. എന്തായാലും ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് മറുപടി അറിയാം. മതി. നിങ്ങളുടെ മറുപടി പോസിറ്റീവ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ വീണ്ടും വരാം.
ഒരുപാട് നിങ്ങളുടെ തെറ്റുന്നവരെക്കാൾ 10 മടങ്ങ് ബ്രില്യന്റ് ആണ് അവൻ. അറിയാം, നമുക്ക് ശ്രമിക്കാം. ശ്രമിച്ചാൽ പോരാ, അവനെ ഇവിടെ കൊണ്ടുവരണം. അവന്റെ അപ്പനും അമ്മയ്ക്കും എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. ബട്ട് ആൻസർ പോസിറ്റീവ് ആയിരിക്കണം. ഒന്നും നടന്നില്ലെങ്കിൽ അവരെ തൂക്കിയെടുത്ത് വില്യംസ് റൂമിൽ കൊണ്ടുവന്നില്ല. നിർബന്ധിച്ചു കൊണ്ടുവന്നാൽ അവൻ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. പ്രലോഭനം കൊണ്ട് വേണം അവനെ വശത്താക്കാൻ. അപ്പോൾ അവന്റെ ചിന്തകൾക്ക് വിലമതിക്കാനാവില്ല നമുക്ക്. നാളെ തന്നെ അവരെ വീണ്ടും കണ്ടുപോയി സംസാരിക്കാം. പണത്തിന് ചെയ്യാൻ കഴിയാത്തതായി എന്നുണ്ട് ഇവിടെ വില്യം. ചെയ്തതിനു ശേഷം അപ്പോ ഞങ്ങളുടെ കാര്യം നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കൂ. ഇവിടുത്തെ യുവതലമുറയുടെ മസ്തിഷ്കങ്ങൾ ഇതര രാജ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മില്യൻസ് ആയിരിക്കും. ലക്ഷ്യം അതുമാത്രമല്ല. കമ്മിങ് 25 years നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വിവര സാങ്കേതിക രംഗത്ത് മികവുറ്റ യുവതലമുറയെ നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. അങ്ങനെ ജരാനരകൾ ബാധിച്ച വൃദ്ധജനങ്ങളുടെ ഒരു കൂടാരം മാത്രമാകും ഈ രാജ്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു തരം റീപ്ലാന്റേഷൻ ഓഫ് യൂത്ത്. ലക്ഷ്യമൊന്നു മാത്രം, പക്ഷേ അതുവഴി ലഭിക്കുന്ന പ്രതിഫലം അതിലൊരു ബാർഗൈനിങ് ഇല്ല. ഡാഡി, ഇവൻ നമുക്കൊരു പെയിനാണ്. വേദനിപ്പിക്കുന്ന ഭാഗം വെട്ടിമാറ്റിയാണ് നമുക്ക് ശീലം. കുറച്ച് എടുത്തുചാട്ടം കിട്ടുന്നുള്ളൂ. സംസാരിക്കാം. നേതാ, ബോസിനോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. I'm sorry, boss. Okay. Okay? വില്യം, ഉപകാരപ്പെടും. സ്വന്തം ശവക്കുഴി തോണ്ടാൻ അറിയുന്നവന് ശവപ്പെട്ടിയുടെ അളവിൽ മാറ്റം വരില്ല. എനിവേ, സ്നേഹാചൻ ഈ കൈകളിൽ എത്തിച്ചിരിക്കും. അവളോ? ഞങ്ങളതിന് ജോർജ് മാസ്റ്റർ വീട്ടിലല്ലേ പോയെ? ഞാൻ നിന്നോട് പറഞ്ഞതില്ല അവളുടെ കൂടെ പോയിട്ട് വരാൻ. അതെ, അവളെ ഏത് അമ്പലത്തിലാ പോയെ? അപ്പോൾ ആദ്യമായിട്ടൊന്നും അമ്പലത്തിൽ പോണേ. എന്താ ചേട്ടാ എന്നുള്ളത് പോലെയാണോ ഇന്ന്? എന്താ? കാര്യമില്ലാതെ ഞാൻ ഇതൊക്കെ ഒരുക്കി വെച്ചിട്ട് ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട്. വേണ്ട, നിങ്ങൾ പോയ കാര്യം എന്തായി? ജോർജ് മാഷ് എന്താ പറഞ്ഞു? മാഷ് പറയുന്നത് കേട്ടത് സത്യം പേടിയാ തോന്നിയത്. ഇത്തരം ഓഫറുകളായി വരുന്നവരെ വിശ്വസിക്കരുതെന്നാ മാഷ് പറയണം. ഇതൊരു മാഫിയ സംഘാത്രേ. എന്നുവെച്ചാൽ അതായത് വലിയ വലിയ ഓഫറുകൾ തന്നെ ഇവർ നമ്മുടെ എഗ്രിമെന്റ് അയക്കും. ശേഷം അവര് പറയുന്നിടത്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. വർക്ക് ചെയ്യുന്നൊക്കെ കൊള്ളാം. നമ്മുടെ രാജ്യത്തിനെതിരെ പോലും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ യുവത്വത്തിന്റെ ബുദ്ധി മുഴുവൻ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. ധാരാളം പണം കിട്ടും, പക്ഷെ കുടുംബമായി ജീവിക്കുക എന്നുള്ളത് അധികം വൈകാതെ ഈ രാജ്യം വൃദ്ധന്മാരാണെന്ന് അറിയുന്ന മാഷ് പറഞ്ഞത്. അപ്പോ
സർക്കാരിന് ഇതിനൊരു നിയന്ത്രണം ഇല്ലെന്നാണോ? ഭരണ രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ മൗനാനുവാദം ഉണ്ടെന്നാണ് സാറ് പറഞ്ഞത്. ഇത്തരം കെണിയിൽ പെടരുതെന്ന് പ്രത്യേകം പറഞ്ഞു. സഹാണ് പറഞ്ഞതാ ശരി. അധികം പ്രായമൊന്നും ആയില്ലല്ലോ. പഠിക്കേ, ശേഷം ഒരു ജോലി, കൂടെ നിന്റെ ഇഷ്ടവിനോദമായിട്ട് പരീക്ഷണങ്ങളാവാം. എന്നടാ അച്ഛൻ പറഞ്ഞതാ ശരി. ഞാൻ എങ്ങും പോകുന്നില്ല. അല്ലെങ്കിലും നിങ്ങളെയൊക്കെ നഷ്ടപ്പെടുത്തി എനിക്കെന്ത് നേടാനാ? ഓടിതെവിടായിരുന്നു? എത്ര നേരമായി പോയിട്ട്? ഞാൻ പോയിട്ട് അരമണിക്കൂറിലാണ് പെട്ടെന്ന് വന്നേക്കാം. എവിടെ ഹാപ്പി ബർത്ത്ഡേ. ചതുരാത്രി നേരമായി പ്രിയ, ചതുരാത്രി നേരമായി പ്രിയ, ഋതുസ്നാനം കഴിഞ്ഞു ഞാൻ കാത്തിരുന്നു. അഷ്ടമംഗല്യ പൂത്താല ചിപ്പിലെ ഒരു നുള്ളു സിന്ദൂരം ചാർത്തി ഞാൻ മറഞ്ഞ രാവിൽ കാത്തിരുന്നു, കാത്തിരുന്നു.
രാത്രി നേരമായി പ്രിയ. ഹലോ എല്ലാരും ഉണ്ടല്ലോ. ഫംഗ്ഷൻ വല്ലതും? അതെ, ഇന്നത്തെ മോളുടെ പിറന്നാളാ. ഓ ഹാപ്പി ബർത്ത്ഡേ. സോറി, ബുദ്ധിമുട്ടായോ? ഞങ്ങൾ വന്നത് മനസ്സിലായി. ഞാൻ എന്റെ മകനെ ഇവിടെ അയക്കില്ല. അങ്ങനെ പറഞ്ഞു കളഞ്ഞാലോ? ഞങ്ങൾ തന്നിരിക്കുന്ന ഓഫർ അത് ചെറുതാണെങ്കിൽ ഇനി നിങ്ങളുടെ ഡിമാൻഡ് അതെന്താണെന്ന് പറയൂ. ഞാൻ പറഞ്ഞല്ലോ, അവനെനിക്ക് എന്റെ ഒരേ ഒരു മകനാ. അവൻ പഠിക്കട്ടെ, അവനൊരു കഴിവുണ്ടെങ്കിൽ ഇനി ആവാലോ. അതായത് ഇവരെ നിങ്ങളുടെ കമ്പനിയിലേക്ക് പ്രതീക്ഷിക്കേണ്ടത്. ലുക്ക് മിസ്റ്റർ, കമ്പനി ആവശ്യപ്പെടുന്ന പ്രായം സ്നേഹജനുണ്ട്. മാത്രമല്ല he gets a better salary than anyone else. 12 lakh rupees a month. എന്താ പോരെ? മോനെ, ഒരു പറയുന്നത് കേട്ടല്ലോ, 12 ലക്ഷം അവർ എനിക്ക് പറയുന്ന സാലറി. അവരുടെ കമ്പനി സൈൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? സ്നേഹത്തിന് താല്പര്യമുണ്ട്. കണ്ടോ, നിങ്ങളുടെ മകന്റെ നല്ല ഭാവി നിങ്ങളായിട്ട് നശിപ്പിക്കരുത് മിസ്റ്റർ. എടാ, നീ എന്താ വിട്ടാത്തെ? താല്പര്യമില്ലെന്ന് പറയടാ. Hey, who are you? ഞാൻ കിരൺ, സ്നേഹത്തിന്റെ സുഹൃത്താണ്. കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പകതിരിവ് അത് സ്നേഹജനുണ്ട്. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. തർക്കം വേണ്ട. ദയവ് ചെയ്ത് നിങ്ങൾ പോണം. 12 ലക്ഷം എന്ന് കേട്ടപ്പോ മാഷ് പറഞ്ഞതൊക്കെ നീ മറന്നല്ലടാ. എടാ, ഇതൊരു ട്രാപ്പാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ പോകണം. ഇന്ന് എന്റെ സഹോദരൻ പിറന്നാൾ ദിനമാണ്. ഈ സഹോദരത്തിന്റെ നിറം കെട്ട് കേട്ടല്ലോ, ഒക്കൂടെ. അങ്ങനെ പോകാനല്ലല്ലോ വന്നത്. സ്നേഹജനെ കൊണ്ടുപോകുന്നതോടൊപ്പം ഈ വീടും നിങ്ങളുടെ ജീവിതവും ഒക്കെ മാറും. സഹോദരിയുടെ പിറന്നാൾ മാത്രമല്ല, വിവാഹവും ആർഭാടമായി നടത്താം. സ്നേഹത്തിന് വിറ്റാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ആദ്യം പറഞ്ഞ് നിങ്ങൾ എത്ര കൈപ്പറ്റി? What nonsense! നോൺസെൻസ് അല്ല. അവരും നിങ്ങൾ പറയുന്ന കമ്പനിയുമായി കരാറപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ലക്ഷങ്ങളായിരിക്കും. അത് നഷ്ടപ്പെടുത്താനാകാത്തത് കൊണ്ട് നിങ്ങൾ അവർ വില പറയും. സോറി മിസ്റ്റർ ഡാനി, നിങ്ങൾക്ക് മടങ്ങാം. പ്ലീസ് ഗോ. നേതാ, ഇവർക്ക് കാര്യങ്ങൾ പിടികിട്ടിയ സ്ഥിതിക്ക് ഇനി നമ്മൾ പോകുന്നത് സ്നേഹജനം കൊണ്ടായിരിക്കണം. അവരുടെ പിന്നാലെ പോ. ഇത് ഞാൻ നോക്കിക്കൊള്ളാം. ദിവസങ്ങൾക്കുള്ളിൽ ഗാനിയും മേത്തയും പോലീസ് അറസ്റ്റ് ചെയ്തു.
കിരൺ എങ്ങോട്ട് പോയെന്ന് ഒരറിവില്ലായിരുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഞാൻ സങ്കടങ്ങൾ മനസ്സിൻ്റെ 7-ാം അറയിൽ അടച്ചുവെച്ച് വീണ്ടും പരീക്ഷണശാലയുടെ താഴ്ന്നു. ഒരു ദിവസം കിരണിൻ്റെ ലെറ്റർ കിട്ടി. അതിലവൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. പിന്നെ വർഷങ്ങളായി നേരിൽ കണ്ടിട്ടില്ല. എങ്കിലും എൻ്റെ പുതിയ പ്രൊജക്റ്റിന് വേണ്ട എല്ലാ സഹായവും അവൻ എത്തിച്ചു തന്നു. അവനെ കാണാനുള്ള അടങ്ങാത്ത കൊതിയുമായി വന്നവനാണ് ഞാൻ. പക്ഷേ മോനെ, നഷ്ടങ്ങളുടെ നൊമ്പരം പേറുന്നവരായ ഞങ്ങളും മോന്റെ കഥയും പ്രയാസങ്ങളെല്ലാം ഞങ്ങൾ കേട്ടു. എന്നിട്ടും ഒരു ചോദ്യം മാത്രം ബാക്കിയാണ്. മോന്റെ കൂട്ടുകാരൻ എന്തിനാ മോനെ ഇവിടെ വരാൻ പറഞ്ഞത്? അറിയില്ല. നേരിൽ കാണുമ്പോൾ വിശദമായി പറയാമെന്നാ പറഞ്ഞത്. ഞാൻ പറയാം. നിനക്ക് എന്തറിയാം എന്നെ പറ്റി? അവൻ എനിക്ക് വെറും ഒരു കൂട്ടുകാരനല്ല, ജീവന്റെ പാതിയാ. നിങ്ങൾ എന്നോട് പൊറുക്കണം. ഇനിയും എനിക്കിത് പറയാതിരിക്കാനാവില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ കർണികയോ മുദ്രാമനോ അല്ല. എന്റെ പ്രിയ സുഹൃത്തിന്റെ കിരണാണ് ഞാൻ. എടാ, നീ ഞങ്ങളെ ഇത്രയും കാലം കബളിപ്പിക്കാനല്ലേ? അല്ല, ഗാരിയുടെയും മേത്തയുടെയും കൂട്ടാളികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ വേഷമണിഞ്ഞത്. ഇത് ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോടാ. ഏവളും പറ്റിച്ചു നടന്നവന് മൂപ്പന്റെ മുമ്പിൽ കൊണ്ടുപോകണ, മൂപ്പന്റെ മുമ്പിൽ കൊണ്ടുപോകണ. മൂപ്പനറിയാം, മൂപ്പന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അവരെ ഇവിടെ കൊണ്ടുവരുന്നത്. ആരെ 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 അങ്ങോട്ടെ ഗാരിയും മേത്തയും. ഞങ്ങൾ ഇനി ഇത് വിശ്വസിക്കണോ മോനെ? അമ്മേ, അമ്മേ ഇത് വിശ്വസിക്കണം. നിങ്ങൾ ഇത് വിശ്വസിക്കണം. ഇവനെ കൊണ്ടുപോകാനാണ് വരുന്നത്. സ്നേഹത്തിന്റെ പുതിയ പ്രോജക്റ്റ് വിവരം ഞാൻ അവരെ അറിയിച്ചു കഴിഞ്ഞു. സ്നേഹത്തിനെ കൈമാറിയാൽ എനിക്ക് കിട്ടുന്നത് കോടികളാണ്, കോടികൾ. എടാ, ഇറങ്ങാ കുടികൾ. ഈ പാവം ചെറുക്കനെ വിൽക്കാൻ നോക്കുന്ന നീ എല്ലാവരും മനുഷ്യനാണോ? എടാ, നീ ഇവനാണോ നിന്റെ പാൽ ജീവൻ? നീയും എന്നെ ചതിക്കായിരുന്നല്ലടാ. മോനെ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ? ഇവന് തലയ്ക്ക് ഭ്രാന്താ. അതാണ് ഭ്രാന്ത്. ഭ്രാന്താണ് എനിക്ക്, ഭ്രാന്താണ് എനിക്ക്. എന്റെ പ്രിയപ്പെട്ടവളെ ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. നഷ്ടപ്പെട്ടത് നിനക്ക് മാത്രമാണോടാ? നഷ്ടപ്പെട്ടത് നിനക്ക് മാത്രമാണോടാ? അവളെന്റെ ശ്വാസമായിരുന്നില്ലടാ, എന്റെ ശ്വാസമായിരുന്നു. നിങ്ങളെ കുറിച്ച് പോലും ഒരു സ്വപ്നം കണ്ടില്ല ഞാൻ ഇതൊക്കെ ചെയ്തത്. നീ കാര്യങ്ങൾ വിശദമായി പറയാം. ഗാനിയും മേത്തയും
ജയിൽ മോചിതരായി കഴിഞ്ഞു. അവരെനിക്ക് തരാമെന്ന് പറഞ്ഞ് 30 കോടിയിൽ 20 കോടി അഡ്വാൻസ് എന്റെ അക്കൗണ്ടിൽ എത്തിയോടെ നിനക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അവർക്ക് ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുക്കും. ഇന്ന് രാത്രി മലനാടപ്പന്മാരുടെ ഉത്സവം കാണാൻ അവർ ഇവിടെ എത്തും. എന്താ തന്റെ ഉദ്ദേശം? നഷ്ടപ്പെട്ട വീടും കുറയിടും ദേവേട്ടന്റെ സ്വപ്നമല്ലേ ദേവേട്ട? ചേനകത്തിനിടയിൽ മണ്ണ് വേണ്ടേ? നമുക്കിത് തിരിച്ചു പിടിക്കണ്ടേ? നമ്മളിത് തിരിച്ചു പിടിക്കും. മോനെ കേൾക്കുമ്പോ ആശ്വാസവും ഭയവും തോന്നുന്നുണ്ട്. ഈ കാടിനൊരു നിയമമുണ്ട്. ആ സത്യം നീ കണ്ടുപിടിക്കുകയാണെങ്കിൽ മലമേലെ പെരുമാളാണ് സത്യം. എല്ലാം നിന്റെ ഒപ്പുണ്ടാവും. കാട്ടു നിയമം മാത്രമല്ല, നേരം നിറയും വിട്ട് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. ഇന്നൊരു രാത്രി കൂടെ എനിക്ക് ഈ വേഷം ആവശ്യമുണ്ട്. ഞാൻ കുടിലിലേക്ക് പോകും. നീ ദേവേട്ടനൊപ്പം രാത്രി പൂജ കാണാൻ പറഞ്ഞു. മോനെ സൂക്ഷിച്ചോളണം, കേട്ടെടുത്തോളം. അവരുടെ കാര്യങ്ങളാ. ശരിയാ ദേവേട്ട, സൂക്ഷിച്ചോളാം. നിനക്കൊരു ആപത്തും വരാതെ ഞാൻ നോക്കും. ഇന്ന് രാത്രി ഈ കാട് മുഴുവനുണ്ട് നമ്മോടൊപ്പം. ചേരപ്പാ എന്റെ കൂടെ വരും. അവനെ വിശ്വസിക്കാനല്ലേ? എന്തൊക്കെ ഇങ്ങനെ തോന്നാൻ? പണം മനുഷ്യനെ അന്ധനാക്കും. ഇല്ല ദേവേട്ടാ, അവൻ എന്നെ ചതിക്കില്ല. എന്നെ പോലും അറിയിക്കാതെ അവൻ ഇത്രയും ചെയ്തില്ലേ? ഞാൻ പറഞ്ഞില്ലേ ദേവേട്ടാ, അവൻ എന്റെ ജീവന്റെ പാതിയാ. ഇലപൊഴിയുന്ന മരങ്ങളുടെ കനലെരിയുന്ന 2 ശിഖരങ്ങളാ ഞങ്ങൾ. അല്ല, കിരൺ വരാൻ പറഞ്ഞു. അയാൾ ഇവിടെ വരാൻ പറഞ്ഞതാണ്. കോഴികളെ അങ്ങ് വന്നോളി. വേണ്ട, കിരൺ സാർ പറഞ്ഞു വന്നവരാണോ? അതെ. ഇവിടെ ഇരുന്നോളൂ. താൽപോൽ ഉത്സവം കാണുന്നുണ്ടോ? വേണ്ട. ശരി. നിക്കുന്നത് എന്താ തിന്നത്?
പറഞ്ഞിരിക്കാം. അയ്യോ, എന്നെ അന്വേഷിക്കും. ഞാൻ പിന്നെ വരാം. കൊള്ളാം. നമുക്ക് ഈ കാട്ടിൽ കുറച്ചു കാലം താമസിച്ചാലെന്താ? നമ്മൾ വന്ന കാര്യം നീ മറക്കുന്നു. വില്യംസിനെ അറിയാലോ. നമ്മളെ വിശ്വസിച്ചാണ് കിരണിന്റെ അക്കൗണ്ട് ഇത്രയും വലിയ തുക ഡെപ്പോസിറ്റ് ചെയ്തത്. നമ്മൾ വന്ന കാര്യം തീർത്തിട്ടേ പോകും. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. ആ, നീ വാ, നമുക്കിപ്പോ അത് വീവലേക്ക് അകത്താക്കാം. രാജ്യത്തെ യുവത്വത്തിന് വിലയിടുന്ന ഹൈടെക് ഏജന്റ് പുറത്തു വിടാം. ഞങ്ങൾ യാത്ര കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാം. ശേഷം ഒരുപാട് ദൈവങ്ങൾ ഒന്നിച്ചിറങ്ങുന്ന ഒരു ദേവാലയം സന്ദർശിക്കണം. ചെയ്തു തന്ന എല്ലാ സാധനങ്ങൾക്കും ഈ മനസ്സിലെ സ്നേഹം എന്നും കാട്ടിലൊന്ന് കരയുന്നവരുടെ കൂടെ നിൽക്കലാണ് കാടിന്റെ നിയമം. നിങ്ങൾ പൊക്കോളെ. കുളിപ്പിച്ചേക്ക് കുറ്റകൽപ്പങ്ങളെ കത്തിരുന്ന് കത്തിന്ന് തീരട്ടെ.
നിങ്ങൾക്ക് വേറെ ഒരു പണിയുമില്ലേ? അറിയാമോ, ഞാൻ എന്നിട്ട് ചോദിക്കുക. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ട് ഇരിക്കുന്നോണ്ടല്ലേ ഇവൻ ഈ കഥ തുറന്നോണ്ടേ ഇരിക്കുന്നത്. കേൾക്കാൻ ആരുമില്ലെങ്കിൽ മിണ്ടാതിരുന്നോളൂ വരും. സീതമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നവരാ ഭൂരിപക്ഷവും. അത് നേരാ. കേൾക്കാൻ ആളുള്ളതൊരു ഭാഗ്യമാണ്. പലരും ഒറ്റപ്പെടുന്നത് തന്നെ കേൾക്കാൻ ആരും ഇല്ലായിട്ടോ. അതെ, നിങ്ങളൊക്കെ കാണാൻ ചെയ്ത ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. കനകവിടെ പോയി. കനകം കുടിക്കാ, ഞാൻ പോയി വിളിച്ചിട്ട് എങ്ങോട്ടാ? വന്നോളൂ കുളിച്ചിട്ട് കേട്ടോ. മനസ്സിന്റെ പൂരി നമുക്ക് അറിയാം. ശരി ശരി വരൂ സാർ. ഞാൻ ദേവരാജൻ, എന്റെ ഭാര്യ സുലു, എന്റെ മോൻ സ്നേഹജൻ. കിരൺ എവിടെ പോയി? ദേവമ്മ എപ്പോഴും പറയാറില്ല, അവരാണോ ഇത്? നിങ്ങളൊക്കെ ഒന്ന് കാണാനും മറ്റേ വീട്ടിലെത്തിക്കാനും കൂടി ഞങ്ങൾ വന്നത്. ഓ, ആ മോഹം ഒന്നും നടക്കില്ല മോളെ. അല്ല, മോളെ വിളിക്കാം. വിളിച്ചോളൂ. കണ്ണേട്ടാ, അവര് പറയട്ടെ, അത് കേൾക്കൂ. ഞാൻ പറയട്ടെ. കനകത്തിന്റെ മോൻ എവിടെ ആയിരുന്നടാ ഇത്രയും നാളും? കനകത്തിന്റെ മോനോ? അതെ, ഈ മോൻ കനകത്തിന് ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയേ. എന്നാലും ഇടയ്ക്ക് കാണാൻ വരാറുണ്ട്. എന്റെ മോൻ മാത്രം ഒരിക്കലും വന്നിട്ടില്ലല്ലോ. വരും, നിങ്ങളെയൊക്കെ കൊണ്ടുപോവാൻ നിങ്ങളുടെ മക്കൾ വരും. അപ്പോ എന്റെ മോനെ എന്നെ കൊണ്ടുപോകാൻ വരുമോ? വരും. നിങ്ങളുടെയൊക്കെ കയ്യിൽ പണം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടനെ. അതെങ്ങനെയാ മോനെ? ഞങ്ങളുടെ കയ്യിൽ എവിടാ പണം? എല്ലാം വാങ്ങിയിട്ടല്ലേ ഇങ്ങോട്ടേക്ക് നമ്മളെ പറഞ്ഞു വെച്ച്. അടുത്ത ബ്ലോക്കിലേക്ക് പോകാം. ഞങ്ങൾ പോയിട്ട് അധികം പണം ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ പാസ്ബുക്കാണ്. ഓരോരുത്തർക്കും 10 ലക്ഷം. ഈ പണം നിങ്ങളുടെ കയ്യിലുണ്ടെന്നറിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ഉടനെ. പക്ഷേ കൊടുക്കരുതാ. നിങ്ങൾ വീണ്ടും ഇവിടെ വരയ്ക്കില്ലേ? നിങ്ങളുടെയൊക്കെ കാലശേഷം ഇത് അവർക്കുള്ളത് തന്നെയല്ലേ? അമ്മ എവിടെയാ? കുളിച്ചിട്ട് അതാ വന്നല്ലോ മോനെ. മക്കളെ, സുലോമേ, അമ്മ. ഇപ്പോൾ എനിക്ക് ഒന്നല്ല, അമ്മമാർ 2.
മക്കൾ വന്നില്ലെങ്കിലും ദൈവമേ കൊണ്ടുപോകാൻ സന്തോഷായി പ്രതീക്ഷയുടെ പച്ചത്തുരുത്ത് സ്വപ്നം കണ്ടിരിക്കാൻ ഒരു സുഖം. ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു പോകണം. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു പോകണം. മുള്ളുപതിച്ചൊരാവേവിൻ്റെ ചൂടുള്ള പെരുവഴിയിലൂടെ തിരിക്കണം. ഇനിയൊന്നു തിരികെ നടക്കണം. കണ്ടതെല്ലാം ഒന്ന് കാണണം, കണ്ടതിൻ വാസ്തവം എന്തെന്നറിയണം, ആരാണ് നേരെന്നറിയണം, നേരിൻ്റെ വിലയറിഞ്ഞൊരു വാക്കുരയ്ക്കണം. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു പോകണം. പാൽപുഞ്ചിരിപ്പിച്ച വച്ചു വളർന്നൊരാ ബാല്യത്തിലൂടെ നടക്കണം. നന്മയാം വിത്തുകൾ പാകി മുളപ്പിച്ച തൊടികളിലൂടെ നടക്കണം. സായന്തനങ്ങളിലാലിൻ ചുവട്ടിലാത്തണമുള്ള കാറ്റേറ്റിരിക്കണം. വയലേല കതിർ ചൂടിയാടും വരമ്പിലൂടെ ഇളവയിലേറ്റ് നടക്കണം. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു പോകണം. മുള്ളുപതിച്ചൊരാവേവിൻ്റെ ചൂടുള്ള പെരുവഴിയിലൂടെ തിരിക്കണം. ഇനിയൊന്നു തിരികെ നടക്കണം.